എല്ലാവർക്കും നമസ്കാരം. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിൽ നിന്നും വിലക്കി രാജ്യത്തിന്റെ ബഹുമാന്യനായ ഉപരാഷ്ട്രപതിയെ സുകുമാരൻ നായർ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ വാർത്താച്ച മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം രാജ്യത്തിന്റെ രണ്ടാമത്തെ പൗരനാണ് ബഹുമാന്യനായ ഉപരാഷ്ട്രപതി. ആദ്യം ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിയും പിന്നെ പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ള രാജ്യത്തെ രണ്ടാമത്തെ പൗരനെ തടയണം. മന്നം സമാധി ബഹുമാനപ്പെട്ട മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ വരുന്നതിന് നിന്ന് തടയുന്നു. സുകുമാരൻ നായർ ആരാ? കേരളത്തിലും മാത്രമുള്ള ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തുള്ള ഒരു വ്യക്തി. ആ വ്യക്തി രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ തടയുക നല്ല കാര്യം. ഈ രാജ്യത്ത് ഏത് സമാധിയിൽ പോയിട്ടും പുഷ്പാർച്ചന നടത്തണമെന്ന് ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരൻ നായരെ പോലെയുള്ള ഒരു സമുദായ സംഘടനാ നേതാക്കന്മാരും തടഞ്ഞാൽ നിൽക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നാളെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ചങ്ങനാശ്ശേരി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, അദ്ദേഹം പറയുകയാണ്, എനിക്ക് ബഹുമാനപ്പെട്ട മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തിയിരിക്കും. സുകുമാരൻ നായർ എന്താ നെഞ്ചും വിരിച്ച് രണ്ട് കൈയും വിരിച്ച് തടയോ? ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി അവിടെ പുഷ്പാർച്ചനയ്ക്ക് വരുമ്പോൾ അതിനുള്ള തന്റെ ഇടമുണ്ടാവുമോ സുകുമാരൻ നായർക്ക്? തടഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം അരിപ്പയായി പോവും. അത് മാത്രമേ പറയാനുള്ളൂ സുകുമാരൻ നായരോട്. പിന്നെ ഇതിനൊരു കാരണം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്ന്. ബഹുമാനപ്പെട്ട സുകുമാരൻ നായരെ 2 ദിവസം മുമ്പ് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തിപ്പോയിരുന്നു. അപ്പോ ഒരു രാഷ്ട്രീയ മുതലെടുപ്പും അതിലുണ്ടായില്ലേ? രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി വന്ന് പുഷ്പാർച്ചന നടത്തി പോകുമ്പോൾ മാത്രമേ അത് രാഷ്ട്രീയ മുതലെടുപ്പാവുകയുള്ളൂ. കോൺഗ്രസിന്റെ സമുന്നതനായ കേരളത്തിലെ നേതാവ് രമേശ് ചെന്നിത്തല വന്ന് അവിടെ പുഷ്പാർച്ചന നടത്തി പോയപ്പോ ഇതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ടൊന്നും അങ്ങേക്ക് തോന്നിയില്ല അല്ലെ? ഇതിന്റെ കാരണം വേറെയൊന്നുമല്ല. SNDP ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശന് അവാർഡ് കൊടുത്തു. അതുപോലെ തന്നെ ഒരു സമുദായ സംഘടനയുടെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന എനിക്ക്, അതായത് സുകുമാരൻ നായർക്ക് അവാർഡ് കൊടുത്തില്ല. അതാണ് ഇതിന് പ്രശ്നം. അതിന്റെ കലിപ്പാണ് അത്. പക്ഷെ ഇതേപോലെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയോടല്ലാട്ടോ തീർക്കേണ്ട, അങ്ങേക്ക് അതിന് അസൂയുണ്ട്. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. കേരളത്തിന്റെ 2 സമുദായിക നേതാക്കന്മാരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനും മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അങ്ങേക്ക് അസൂയ ഉണ്ടാവും. ആ അസൂയാണ് അങ്ങീ തീർക്കണേ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ തിണ്ണവിടുക്ക് ധൈര്യമൊന്നും രാജ്യത്തിന്റെ രാഷ്ട്രപതിയോടും ഉപരാഷ്ട്രപതിയോടൊന്നും കാണിച്ചേക്കല്ലേ. ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ഒക്കെ കാണിക്കണ പോലെ വിവരം അറിയും ചിലപ്പോൾ. കാരണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണഘടനാ പ്രകാരം ഈ രാജ്യത്തിന്റെ 1ാമത്തെ പൗരനും 2ാമത്തെ പൗരനുമാണ് എന്ന് മിസ്റ്റർ സുകുമാരൻ നായർ ഒന്ന് ആലോചിച്ചിരിക്കണം. പിന്നെ ഈ സുകുമാരൻ നായരുടെ ഈ അഭിപ്രായം കേരളത്തിലുള്ള മൊത്തം നായന്മാരുടെ അഭിപ്രായമാണോ എന്നും കൂടി അറിഞ്ഞാൽ ഉപകാരമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.